നമസ്കാരം. കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് എഫ് സിയുടെ താരങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് എഫ് സിയുടെ താരങ്ങൾ എന്ന് പറയുമ്പം മലപ്പുറത്തു നിന്നുള്ള മുഹമ്മദ് സാലിം, മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള അർഷഫ്, നമ്മളെ കോഴിക്കോട്ടുകാരൻ പ്രശാന്ത്, തൃശ്ശൂർകാരൻ ജഗന്നാഥ്. ഏട്ടാ, ഇത്ര ആളുകൾ ചേരുകയാണ്. അപ്പം പ്രശാന്താണ് ഇവരെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത്. പ്രശാന്തേ, ഞങ്ങൾ എന്തുകൊണ്ട് കോഴിക്കോട് ചൂസ് ചെയ്തു? കോഴിക്കോട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് എഫ് സി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുട്ബോളിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കോഴിക്കോട്. അതുപോലെ തന്നെ നമുക്ക് റീഫ്രഷ് ആകാൻ പറ്റിയ ബീച്ച്, അങ്ങനെ ഒരുപാട് നല്ല ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. സാലിംക പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിന് കഴിഞ്ഞ പ്രാവശ്യം ഞാനും കോഴിക്കോടിന് കളിച്ചിരുന്നത്. അപ്പോൾ പ്രാവശ്യം കോഴിക്കോട് നിന്ന് തന്നെ വേറെ ഒരു വിളി വന്നപ്പോൾ ഇവിടെ തന്നെ കളിക്കാന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഈ കോഴിക്കോട്ടുകാരുടെ ആവേശവും ഇതൊക്കെ. ആവേശം എന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ തവണ നമ്മൾ കളി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അർഷഫിന്റെ ആരാധകർ ബാനറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ഉണ്ടാവില്ല അത്? ഉണ്ടാവട്ടെ. എങ്ങനെയുണ്ട് ISL പോയതിനു ശേഷമുള്ള ഒരു മടങ്ങി വരവ്? നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചാമ്പ്യൻസ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വിശ്വാസം ഉണ്ട് ഇപ്രാവശ്യം അതേപോലെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. സന്തോഷം. ബിരിയാണിയൊക്കെ വാങ്ങിച്ചെടുത്തോ? ഇവർക്ക് വാങ്ങിക്കൊടുക്കണ്ടല്ലോ, ഇവര് അല്ലാതെ നമ്മളെ വിളിക്കാതെ പോയി കഴിക്കുന്ന ടീമാണ്. ഞാൻ പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കാണ് ഞാൻ വാങ്ങിക്കൊടുക്കാറ്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ടും ഇത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, ഇത് വീടാണ്, കളിച്ചു വന്ന സ്ഥലമാണ്, നമ്മുടെ നാട്. അവരെ മുന്നിൽ കളിക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ജഗനെ ഞാനൊന്ന് പ്രത്യേകമായിട്ട് പിടിക്കാൻ പോവാണ്. ജഗൻ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യം കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ചാമ്പ്യൻ ടീമിനൊപ്പം കളിക്കാൻ പറ്റുന്നതിൽ നല്ല സന്തോഷമുണ്ട്. ജഗനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, കഴിഞ്ഞ SLKയുടെ ഫൈനൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. SLKയിൽ കപ്പ് കൊടുത്തത് മാത്രമല്ല വാർത്തയായത്, ബേസിലിന് കൈ കൊടുക്കാതെ പോയ താരം ആരാണെന്നുള്ള നമ്മളെ കണ്ടെത്തലിനൊടുവിൽ ഇതേ ജഗനാണ്. ജഗൻ ടെൻഷനിൽ കൈ കൊടുക്കാതെ പോയതാണോ അത്? അല്ല, ഞാൻ പെട്ടെന്ന് സാറ് കണ്ടപ്പോ വേറെ ആരെയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ പോയി കൊടുത്താ. ഞങ്ങൾ അറിഞ്ഞതേ ബേസിലിന് സ്ഥിരമായിട്ട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ജഗനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതാണെന്നാ. ബേസിൽ പിന്നെ കൈ തന്നല്ലോ. കൈ തന്നു, ഇവിടെ നിന്ന് പരിപാടിയുടെ അന്ന് തന്നു. പറഞ്ഞോ ഞാനാണ് അന്ന് കൈ തരാൻ? എന്തായിരുന്നു ബേസിലിന്റെ ഒരു പ്രതികരണം? ആള് കണ്ടപ്പോ പറഞ്ഞു, എനിക്ക് ഞാൻ തന്നെ അന്ന് ആൾക്ക് മനസ്സിലായി ചെറുതായിട്ട്. അപ്പോ ഇവിടെ മാത്യു സാറിന്റെ അടുത്ത് പറഞ്ഞു, ഞാനന്ന് മനസ്സിലായെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പൊ കഥ ഇതാണ്, കൈ കൊടുക്കാതെ പോയ ജഗന്നാഥനെ കൈ പിടിച്ച് കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബേസിൽ. മാത്രമല്ല ജഗൻ പറയാണ്, ജഗന്നാഥൻ ഏത് മണ്ണും അല്ലേ ഒരേപോലെയാണെന്ന് പറയാണ്. അങ്ങനെയുണ്ട്. കഴിഞ്ഞ തവണ കപ്പടിക്കാൻ പോയാൽ നിരാശയുണ്ടായിരുന്നു. നിരാശ നടന്നു. ഫസ്റ്റ് നമ്മള് കപ്പടിക്കൊണ്ടല്ലേ കളിക്കണത്, ഫസ്റ്റ് തൊട്ടിട്ട്. അപ്പോൾ നിരാശ നടന്നു കളി തോറ്റപ്പോ. ഇത്തവണ ബേസിലിന് കൈ കൊടുക്കാൻ മറക്കൂലല്ലോ? ഇല്ല, കൊടുക്കും, എന്തായാലും കൊടുക്കും. ഇത്തവണ പൃഥ്വിരാജിന് കൈ കൊടുക്കോ? ഇല്ല, എല്ലാവർക്കും കൊടുക്കും, കൈ കൊടുക്കും. ആരും മറക്കരുത്, സ്റ്റേജിലുള്ള മുഴുവൻ ആളുകൾക്ക് കൈ കൊടുത്തിട്ട് വേണം പോവാൻ കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതായിരുന്നു അല്ലേ, ഭയങ്കര രസകരമായിരുന്നു, എല്ലാവരും ഏറ്റെടുത്തു. അതിനുശേഷം പോസ്റ്റും ഇട്ടല്ലോ, പ്രോബ്ലം സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും ഷെയ്ക്കിനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രശാന്തേ, നമ്മളിങ്ങനെ ബീച്ചിലൂടെ നടക്കുമ്പോഴേ അർഷഫ് ഇടക്ക് ഇവിടെ ബീച്ചിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു? എല്ലാ സമയത്തും ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ കാണാറുണ്ട്, നടക്കുന്നതാണ്. വെറുതെ പറയാണ്. ഇല്ലല്ല, വരാറുണ്ടല്ലോ. അർഷഫ് ദേവഗിരി കോളേജിലായിരുന്നു. അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു? ഇല്ലല്ല, വല്ലപ്പോഴും വരല്ലോ, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങോട്ടുള്ള റൂട്ടൊക്കെ അർഷഫാ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. അല്ലല്ല, പ്രശാന്തേട്ടുണ്ടല്ലോ ഇവിടുത്തെ മെയിൻ പുള്ളിയാ. ഈ ബീച്ചിലൂടെ നടന്ന സമയത്തെ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? ഉപ്പിലിട്ടാണ് കുറെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. ഓ, സാലിമിന് ഇത്തവണ SLK സ്പെഷ്യലാണ് കേട്ടോ. സാലിമിന് ഇത്തവണ ഗാലറിയിൽ നിന്ന് കൈയടിക്കാൻ വേണ്ടി ഒരാൾ കൂടെ വരും. സാലിമ കഥ പറഞ്ഞോ. ചെറിയ രീതിയിലൊരു നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ അങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് തന്നെയാണ് അവരും എല്ലാവരും ഫുട്ബോളിന്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ചെറുക്കൻ ഫുട്ബോൾ താരമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. പിന്നെ അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഓക്കെ ആയി. പക്ഷെ തവണ അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. തീർച്ചയായും നമുക്ക് ഒരു പാർട്ണറിൽ നിന്ന് സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. നമ്മൾ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് അല്പം സങ്കടപ്പെടുത്തുന്നൊരു സീസൺ കൂടിയാണ്. കാരണം സാലിമിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമുള്ള
കഴിഞ്ഞ സീസണിൽ അദ്ദേഹം എല്ലാ കളിയും കാണാറുണ്ടായിരുന്നു. അതെ അതെ, ഓരോ കളി കഴിഞ്ഞും വിളിക്കാറുണ്ട്. നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഉപ്പാൻ്റെ ഭാഗത്ത് നിന്ന്. പെട്ടെന്നൊരു അറ്റാക്കിലാണ് കാരണപ്പെട്ടത്. വലിയ പിന്തുണയായിരുന്നു. അതെ അതെ, എപ്പോഴും നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു തന്നെയാണ്. നല്ല നിലയിൽ കളിച്ച് എത്തണം എന്നുള്ള രീതിയിൽ നല്ല സപ്പോർട്ടായിരുന്നു. വളാഞ്ചേരിക്കാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. വളാഞ്ചേരി എന്താ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെയധികം നമുക്ക് പ്രചോദനമാവാറുണ്ട്. നാട്ടിൽ സന്തോഷ് ട്രോഫി കളിച്ച ടൈമിലാണെങ്കിലും ഒരു സ്വീകരണ കാര്യങ്ങൾ തരുന്നതിലും എല്ലാത്തിലും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളാഞ്ചേരി പ്രോപ്പർ വെണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ നമ്മുടെ ക്ലബ്ബ് ബ്രദേഴ്സ് വെണ്ടല്ലൂർ എന്ന് പറഞ്ഞ ടീമും അവരെല്ലാവരും നല്ല സപ്പോർട്ടും നല്ല പിന്തുണയും നൽകുന്നവരാണ്. പ്രശാന്ത്, വളാഞ്ചേരിയിൽ ആദ്യത്തെ സന്തോഷ് ട്രോഫി താരമാണ്. അപ്പം വലിയ ആഘോഷമാണ് അവിടെ ആളുകൾ അല്ലേ? ഒരുപാട് സ്വീകരണമൊക്കെ കിട്ടിയല്ലോ. അതെ അതെ അതെ. നിങ്ങൾക്ക് കിട്ടിയ ഈ കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനടുത്ത് കിട്ടിയ പിന്തുണ എത്ര മാത്രമുണ്ട് ഈ SLK മാത്രമുണ്ട്? SL കൊണ്ട് കുറേ യുവതാരങ്ങൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. ഇപ്പോൾ ടീമിൽ എത്രയോ 7-8 പ്ലേയേഴ്സ് under-23 വേണം നിർബന്ധമുണ്ട്. പിന്നെ 11ൽ കളിക്കാൻ 2 പ്ലേയേഴ്സ് എന്തായാലും വേണം. അപ്പോൾ അത്രയും ഈ 6 ടീമിൽ നിന്ന് അത്രയും പ്ലേയേഴ്സ് യുവതാരങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. അത് ഇത്രയും വലിയൊരു ലീഗിൽ ഇത്രയും വലിയ കളിക്കാരെ കൂടെ കളിക്കാൻ പറ്റുന്നതും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. വിദേശ താരങ്ങളുടെ കൂടെ വിദേശ കോച്ചുമാരുടെ കീഴിൽ കളിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സൂപ്പർ ലീഗ് അതിനൊക്കെ ഒരു വഴി ഒരുക്കുന്നുണ്ട് നല്ലോണം യുവതാരങ്ങൾ. ഞാനിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്താണ് എനിക്ക് എന്നെ അവിടുന്ന് ലോണിലാണ് ഇവിടെ വിട്ടത് കഴിഞ്ഞ വർഷം SLKക്ക് കൊച്ചിക്ക്. അതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ സീനിയർ പ്ലേയേഴ്സിനൊപ്പം കളിക്കാൻ പറ്റിയതിലും ഫോറിൻ പ്ലേയേഴ്സിനൊപ്പം കളിക്കാൻ പറ്റിയതിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ലക്ഷ്യം എന്താണ്? ശരി, ISL കളിക്കണം. വെറുതെ കളിച്ചാൽ മാത്രമല്ല, എനിക്കൊരു കുറച്ച് നാളുകൾ കളിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കണം. ഈ ഫൈറ്റ് നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ജഗൻ്റെ കളി കണ്ട് ഗോൾ അടിക്കുന്ന അന്ന് നമ്മളിത് വീണ്ടും സംപ്രേഷണം ചെയ്യും കേട്ടോ. കാരണം വലിയ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതിന് പറ്റിയൊരു സ്ഥലമാണ് നമ്മളെ കോഴിക്കോട് എന്ന് പറയുന്നത് അല്ലേ? ഇതേ പ്രശാന്തൊക്കെ എത്ര ഗോളടിച്ചും ഹരം കൊള്ളിച്ച താരമാണ്. കോഴിക്കോട് നൽകിയൊരു അല്ലേ? കോഴിക്കോട് വലിയൊരു സ്ഥലം തന്നെയല്ലേ? ഇവിടുന്ന് ഒരുപാട് ചെറുപ്പം തൊട്ടേ കളിച്ചു തുടങ്ങിയ ഒരു സ്ഥലം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലിയോൺ ചെയ്ത് റേനേഷ് കുറേ പ്ലേസ് ഇവിടുന്ന് ഓൾറെഡി ഡെവലപ്പായി വന്നു. നമ്മളെ ഹർഷൽ റഹ്മാൻ ഖാന്റെ വീട് കുറച്ചങ്ങ് മാറിയാണ്. ഹർഷൻ എങ്ങനെയുണ്ട് പുതിയ പിള്ളേർ? അടിപൊളിയാണ്. എല്ലാവരും യങ് പ്ലേയേഴ്സ് കുറേ ഉണ്ട്. പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഫുൾ കളിച്ച പ്ലെയറുമാണ്. ടീം നല്ല ടീമാണ്. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പ്രശാന്തിൻ്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ് എന്താണ് ഇത്തവണ? എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്ത് ടീം ചാമ്പ്യൻ ആവണം തന്നെ, വീണ്ടും അഗെയിൻ ചാമ്പ്യൻ ആവണം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഫുട്ബോൾ എവിടെയായാലും ഫുട്ബോളാണ് കളിക്കേണ്ടത്. അവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് ഞാൻ കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ നിരാശ വന്നേനെ. പക്ഷേ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ അത് എവിടെയാണോ അത് കളിക്കുക എന്നുള്ളത്. കാലിക്കറ്റ് FC ആയിക്കോട്ടെ, ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ലോകത്ത് ഇവിടെ നാട്ടിൽ 7s കളിക്കാൻ തന്നെ ഫുട്ബോൾ കളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പം അതിന് നിരാശപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും നിരാശപ്പെടുകയും ചെയ്യരുത്. കാരണം ഫുട്ബോളാണല്ലോ നമ്മുടെ തീർച്ചയായിട്ടും ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നേ ചോദിക്കട്ടെ, വാ പോലെ എന്തുകൊണ്ട് ഇവരെ പരിചയമുണ്ടോ? ആരൊക്കെയത്? ആ പ്ലേയേഴ്സ് ആണ്. ഏത് ടീമിന്റെ? കാലിക്കറ്റ്. നിങ്ങളൊക്കെ കാലിക്കറ്റിന്റെ ഫാൻസ് ആണ്. ആണോ? കളി കാണാനുണ്ടോ? ഇനി കളി കാണാൻ പോകുന്നുണ്ട്. ഈ സീസൺ ഉണ്ടല്ലോ, ആ കളി കാണും. എല്ലാം സെറ്റാണ്. എല്ലാരും വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ. ബിഗ് ഫാനാണ്. കപ്പടിക്കാനാണ് ആഗ്രഹം. എന്നാ ബിഗ് ഫാൻ വന്നിട്ട് ഒരു ഷേക്ക് എന്നെ കൊടുത്തരും. വാ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്രാവശ്യം നമ്മളെ ടീം? മൊത്തത്തില് പ്രാവശ്യം നമ്മളെ ടീം സെറ്റാക്കണമെന്നാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ പണ്ടത്തെ പോലല്ല, പ്രാവശ്യം ഒരു എനർജി വന്നല്ലോ. ടീം ഫുള്ള് മൊത്തം പവർ തരട്ടെ. എല്ലാ ടീമും മൊത്തം എല്ലാത്തിനും വെച്ച് നമ്മള് ഒരു കപ്പ് പൊന്തിക്കും. കപ്പ് പൊന്തിക്കണേ ഈ പ്രാവശ്യം. പറഞ്ഞു കൊടുക്കേ. ഈ പ്രാവശ്യം കപ്പ് പൊന്തിക്കണേ ഞങ്ങള്. പൊന്തിക്കോ, അത്രേ ഉള്ളൂ. വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ ആളുകള്. ഇൻഷാ അല്ലാഹ് കപ്പ് പൊക്കാൻ സാധിക്കട്ടെ. ഡിഫെൻഡ് ചെയ്യും, ചാമ്പ്യന്മാരാൻ വീണ്ടും ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ. എന്തായാലും ചാമ്പ്യന്മാരാൻ വീണ്ടും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും. തീർച്ചയായും നമ്മളെല്ലാവരും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 100% ഗ്രൗണ്ടിൽ കൊടുക്കും. പിന്നെ വിജയം നമുക്ക് ആരാധകരെ നിങ്ങൾ കാത്തിരുന്നോളൂ. അതെ, ആരാധകരെ കാത്തിരുന്നോളൂ. ഞങ്ങൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ആയിക്കോട്ടെ, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് നല്ലൊരു ചാമ്പ്യൻ ആവുക, വീണ്ടും ഡിഫെൻഡിങ് ചാമ്പ്യൻ ആവുക. എന്തായാലും കാലിക്കറ്റ് FC ഇത്തവണ
റെഡിയാണ് കേട്ടോ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അറബിക്കടലിൻ്റെ തിരമാല ഇങ്ങനെ ആഞ്ഞടിച്ച ഒരു വശത്തേക്ക് കയറുന്നുണ്ട്. അതുപോലെ വലിയ ആവേശം അലയടിക്കുകയാണ് സൂപ്പർ ലീഗ് കേരള. അതിൻ്റെ തുടങ്ങുന്നതിന് മുൻപ് താരങ്ങളെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇളകിയാർത്ത ആളുകളെ നമ്മൾ ഈ മൈതാനത്ത് കണ്ടതാണ്. വലിയ പ്രതീക്ഷയിലാണ് കാലിക്കറ്റ് FC ആരാധകരുള്ളത്. ഇത്തവണ ടീം സജ്ജമാണ്, കപ്പും കൊണ്ടേ പോകൂ എന്നാണ് താരങ്ങളും പറയുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് മുഷ്താഖിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.